ദേവിന് പിന്നീട് ഉറക്കം വന്നതേയില്ല. മനസ്സിന് വല്ലാത്ത പിരിമുറുക്കം തോന്നിയതിനാൽ തന്നെ അവൻ പാറുവിൻ്റെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ച് ബെഡിന് കീഴിൽ അലസമായി കിടക്കുന്ന ഷോർട്ട്സ് എടുത്ത് ധരിച്ചുകൊണ്ട് ബാൽക്കണി ലക്ഷ്യമാക്കി നടന്നു. ഓർമ്മകൾ ഓരോന്നായി തിരിച്ചു വരുന്നതിൽ അവന് അത്ഭുതമൊന്നും തോന്നിയില്ല. കാരണം കുറച്ച് വൈകിയാലും ഓർമ്മകൾ തനിക്ക് തിരികെ ലഭിക്കുമെന്ന് അവന് ഡോക്ടർ ഉറപ്പ് നൽകിയതാണ്. പെട്ടെന്നാണ് അവൻ്റെ മനസ്സിലേക്ക് ജഗൻ്റെ മുഖം കടന്നു വന്നത്. ഇത്രയും നാളും അവൻ മറന്നതിലാണ് ദേവിന് ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയത്. ഫോണെടുത്ത് ജഗൻ്റെ നമ്പർ ഡയൽ ചെയ്യുമ്പോൾ ജഗൻ്റെ ശബ്ദമൊന്ന് കേൾക്കാൻ അവൻ്റെ മനസ്സ് വെമ്പൽ കൊണ്ടു. തൻ്റെ മനസ്സ് ശാന്തമാകണമെങ്കിൽ അവൻ വേണമെന്ന് ദേവിന് തീർച്ചയായിരുന്നു. പക്ഷേ നിർഭാഗ്യമെന്ന കണക്ക് ആ നമ്പർ നിലവിലില്ലെന്ന മറുപടിയാണ് അവന് ലഭിച്ചത്. മുന്നിൽ കാണുന്ന ഇരുട്ടിലേക്ക് മിഴികൾ ചിമ്മാതെ നിൽക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ ഒന്നു മാത്രമായിരുന്നു: പാർവതി. അവളെ എത്രയും പെട്ടെന്ന് സ്വന്തമാക്കണമെന്ന ചിന്ത മാത്രം. മറ്റാരാലും തങ്ങളെ പിരിക്കാനുള്ള അവസരം നൽകാതിരിക്കാനുള്ള മാർഗം. തൻ്റെ കാലിലൂടെ എന്തോ ഇഴയും പോലെ തോന്നിയതും ക്ഷീണത്തിൽ ഒന്ന് മയങ്ങിപ്പോയ സാന്ദ്ര കണ്ണുകൾ വലിച്ചു തുറന്നു. തൻ്റെ കാലിനരികിലിരിക്കുന്ന രൂപത്തെ കണ്ടതും അവൾ അലറി വിളിച്ചുകൊണ്ട് എഴുന്നേറ്റു. നിറയെ മുടിയും താടിയുമൊക്കെയായ ഒരു രൂപം. അയ്യോ, ഞാൻ ഉറക്കം തടസ്സപ്പെടുത്തിയോ? അയാളുടെ കാഠിന്യം നിറഞ്ഞ ശബ്ദം കേട്ടതും സാന്ദ്ര വിറയ്ക്കാൻ തുടങ്ങി. കിടപ്പ് കണ്ടപ്പോൾ തോന്നിയ ഒരു കൊതിയിൽ തൊട്ടുപോയതാ. എന്തായാലും രോഹൻ വരാതെ നിന്നെ ഒന്ന് രുചിച്ചു പോലും നോക്കാൻ പറ്റില്ല. എന്തായാലും നല്ല മുറ്റാണ്. ഓ! അയാളുടെ വാക്കുകളിൽ തൻ്റെ ദേഹത്തു കൂടെ പുഴുവരിക്കും പോലെ തോന്നി അവൾക്ക്. ഈ ടോപ്പൊന്ന് മാറ്റിക്കേ കൊച്ചേ, അതൊന്ന് വ്യക്തമായി കാണാൻ വേണ്ടിയാ. ഛേ! അവൾ അറപ്പോടെ മുഖം വെട്ടിച്ചു. പ്ലീസ്, എന്നെ വെറുതെ വിടണം, എന്നെ ഉപദ്രവിക്കരുത്. കൈകൾ തൊഴുതു പിടിച്ചുകൊണ്ട് അപേക്ഷിക്കും പോലെ സാന്ദ്ര കരഞ്ഞുകൊണ്ട് പറഞ്ഞു. നീ ഇപ്പോഴേ തളർന്നു? പെട്ടെന്ന് കേട്ട ശബ്ദത്തിൽ അവൾ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. ക്രിസ്റ്റിയുടെ ഒപ്പം നിൽക്കുന്ന ദേവിനെ കണ്ടതും അവളുടെ കണ്ണുകൾ തുറിച്ചു. ദേവ്, നീയാണോ ഇതിന് പിന്നിൽ? അവൾ വിറയലോടെ ചോദിച്ചു. അതെ, എൻ്റെ പെണ്ണിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ച നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതിയോ? നീ എന്താണോ എൻ്റെ പെണ്ണിനെ ചെയ്യാൻ ശ്രമിച്ചത് അതായിരിക്കും നീ അനുഭവിക്കാൻ പോകുന്നത്. ക്രൂരമായ ചിരിയോടെ പറയുന്നവനെ അവൾ പേടിയോടെ നോക്കി. വേണ്ട ദേവ്, ഞാനിനി ഒന്നിനും വരില്ല. എന്നെ വെറുതെ വിടണം. ഞാൻ വേണമെങ്കിൽ ഇവിടെ നിന്നും പോയിക്കോളാം. നിന്നെ ഞാൻ ഇന്ന് തന്നെ തിരികെ അയക്കും. അല്ലെങ്കിലും നീ ഇപ്പോൾ തന്നെ ആകെ ഭയന്നിരിക്കുകയാണെന്ന് എനിക്കറിയാം. ഇതിൽ കൂടുതലൊന്നും താങ്ങാൻ നിന്നെ കൊണ്ടാകില്ല. ഒരാഴ്ച, അതിനുള്ളിൽ നീ നിന്റെ നാട്ടിലുണ്ടാകണം. അവൻ പറഞ്ഞപ്പോൾ അവൾക്ക് ആശ്വാസമാണ് തോന്നിയത്. അത്രമാത്രം കഴിഞ്ഞ കുറേ മണിക്കൂറുകൾ കൊണ്ട് അവൾ അനുഭവിച്ചിരുന്നു. സാജ, ഇവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിനു ശേഷം തിരികെ കൊണ്ടുവിടാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അത്രയും പറഞ്ഞുകൊണ്ട് ദേവ് പുറത്തേക്ക് നടന്നതും ക്രിസ്റ്റി ഒരു സംശയത്തോടെ അവനെ നോക്കി. ഡാ, അവള് ഒന്നും ചെയ്യില്ല ക്രിസ്റ്റി. എനിക്ക് ഇനി വേണ്ടത് ആ കുടുംബത്തെ മുഴുവനായിട്ടാണ്. ദേവ് പറഞ്ഞതും ക്രിസ്റ്റി മനസ്സിലായ പോലെ ഒന്ന് ചിരിച്ചു. എങ്കിൽ ശരിയടാ, കോളേജിൽ വെച്ച് കാണാം. ഞങ്ങളിന്ന് വരുന്നില്ല, ഒരിടം വരെ പോണം. ദേവ് പറഞ്ഞതും ക്രിസ്റ്റി പിന്നെ ഒന്നും പറയാൻ നിന്നില്ല. ദേവ് തിരികെ വരുമ്പോൾ ശാന്തി കിച്ചണിലുണ്ട്. അവരെ ഒന്ന് നോക്കിക്കൊണ്ട് റൂമിലേക്ക് നടന്നു. ബെഡിൽ അവളെ കാണാതെ ആയതും അവൾ ഫ്രഷ് ആകുകയാണെന്ന് മനസ്സിലായി. ബേബി. അവിടേക്ക് ചെന്ന് അവനൊന്ന് ഡോറിൽ തട്ടി വിളിച്ചതും അകത്ത് ഷവർ ഓഫാകുന്നത് അവൻ അറിഞ്ഞു. ആ, ഞാൻ കുളിക്കുവാ. ഒരു വിക്കലോടെയുള്ള അവളുടെ ശബ്ദം കേട്ടതും അവനിലൊരു കള്ളച്ചിരി വിരിഞ്ഞു. ബേബി, ഓപ്പൺ ദ ഡോർ. എന്താ? അവളുടെ ശബ്ദമുയർന്നു. പക്ഷേ കാശി ഒന്നും മിണ്ടിയില്ല. കാശിയേട്ടാ. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും മറുപടിയൊന്നും ഇല്ലെന്ന് കണ്ട് അവൾ ഒന്നുകൂടി വിളിച്ചു നോക്കി. കാശിയേട്ടാ. മറുപടിയൊന്നുമില്ലെന്ന് കണ്ടതും അവൾ ടവൽ മാറിന് മുകളിലൂടെ ചുറ്റിക്കൊണ്ട് പതിയെ ഡോർ തുറന്നതും അവൻ ഉള്ളിലേക്ക് പ്രവേശിച്ചിരുന്നു. ഏട്ടാ. അവൾ വിളിച്ചതും അവൻ അവളെ മൊത്തത്തിലൊന്ന് ഒഴിഞ്ഞു നോക്കി. അതിൽ അവളൊന്ന് ചൂളിപ്പോയി. ആർ യു ഓക്കെ? എന്താ? വേദന തോന്നുന്നില്ലേ? അവളുടെ ഇടുപ്പിലൂടെ ചുറ്റി തന്നിലേക്ക് അടുപ്പിച്ചുകൊണ്ട് അവൻ ചോദിച്ചതും അവളൊരു ചമ്മലോടെ തലയാട്ടി. അവളുടെ ആ ഭാവത്തോട് വല്ലാത്ത ഇഷ്ടം തോന്നി അവന്. പാറൂട്ട. അവൻ്റെ വിളിയിൽ അവൾ കണ്ണുകൾ മാത്രം ഉയർത്തി അവനെ നോക്കി. നമ്മുടെ ഇടയിൽ സംഭവിച്ചതെല്ലാം വളരെ പെട്ടെന്ന് പോയി എന്ന് തോന്നി. ഒരിക്കലും അങ്ങനെയൊരു ചിന്ത പോലും മനസ്സിലുണ്ടാകരുത് കാശിയേട്ടാ. ശരിയാണ്, നമ്മൾ തമ്മിൽ വെറും ആഴ്ചകളുടെ പരിചയം മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ പാർവതിയുടെ ജീവനാണ് കാശി.
കാശിയേട്ടനോടൊപ്പമുള്ള നിമിഷങ്ങൾ മാത്രമാണ് ഞാൻ സന്തോഷിച്ചിട്ടുള്ളത്. എനിക്ക് സ്വന്തമെന്ന് ഉറപ്പോടെ പറയാൻ പറ്റിയ ഒരേ ഒരാൾ. പിന്നെ ഇന്നലെ നടന്നത്. ഇനി ഇതുപോലെ ഒരുപാട് നിമിഷങ്ങൾ നമുക്കിടയിൽ ഉണ്ടാകും. പക്ഷേ അതിലേറ്റവും മനോഹരമായി എന്നും ഓർമ്മയിൽ നിൽക്കുന്നത് കഴിഞ്ഞ രാത്രി മാത്രമായിരിക്കും. പിന്നെ വേദനയുണ്ട്, അത് ഏട്ടനും അറിയാലോ. പക്ഷേ അത്ര വലുതായില്ല എന്ന് മാത്രം. പാറു പറഞ്ഞു നിർത്തിയതും അവൻ അവളുടെ ചുണ്ടിലൊന്ന് അമർത്തി ചുംബിച്ചു. രാവിലെ എവിടെ പോയതാ? ജോഗിങ്ങിന് പോകുന്ന ശീലമുണ്ടോ? യാ, പക്ഷേ ഇന്ന് അതിന് പോയതല്ല. ഒരാളെ കാണാനുണ്ടായിരുന്നു. അതെ, ഇങ്ങനെ നിൽക്കാനാണോ പ്ലാന്? എനിക്ക് കുളിക്കണം, കോളേജിൽ പോകണ്ടേ? അവൻ്റെ നെറ്റിയിൽ വീണ് കിടക്കുന്ന മുടിയിഴകൾ വകഞ്ഞു മാറ്റിക്കൊണ്ട് പാറു ഒരു ചിരിയോടെ തിരക്കി. നോ, ഇന്ന് ഞാനും എൻ്റെ പാറൂട്ടനും ഇവിടെയാണ് ചിലവഴിക്കാൻ പോകുന്നത്. നമ്മുടെ ഈ സ്വർഗത്തിൽ നമ്മൾ മാത്രം. അവൻ പറഞ്ഞതും അവൾ അവനെ കൂർപ്പിച്ചു നോക്കി. ആദ്യമായാണ് അവളിൽ നിന്നും ഇത്തരം ഭാവങ്ങളൊക്കെ. അതിനാൽ തന്നെ അവൻ അതെല്ലാം നല്ലപോലെ ആസ്വദിക്കുന്നുമുണ്ട്. എന്താ കാശിയേട്ടൻ്റെ ഉദ്ദേശം? ആദ്യം നല്ലവണ്ണം ഒന്ന് റെസ്റ്റ് എടുക്കണം. നമുക്ക് രണ്ടുപേർക്കും ക്ഷീണമുണ്ട്. സോ എൻ്റെ ഈ ബാബി ഡോളിനെ കെട്ടിപ്പിടിച്ച് സുഖമായി ഒന്ന് ഉറങ്ങണം. ഒത്തിരി സംസാരിക്കണം. നമ്മുടെ ഇടയിൽ പരസ്പരം അറിയാൻ ഒരുപാടുണ്ട്. പിന്നെ എന്നെപ്പറ്റി അറിയണ്ടേ എൻ്റെ ബേബിക്ക്? പിന്നെ അതിലേറെ എനിക്ക് സ്നേഹിക്കണം, കൊതി തീരെ. അതൊക്കെ ശരി, പക്ഷേ ഇപ്പോൾ ഈ നിൽപ്പിൻ്റെ ഉദ്ദേശം സിമ്പിൾ. ലെറ്റ്സ് ബാത്ത് ടുഗെദർ. തൻ്റെ ഹുഡി ഊരി മാറ്റിക്കൊണ്ട് പറഞ്ഞതും അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു. കാശി! അവളെ വിളിച്ച് പൂർത്തിയാക്കും മുന്നേ അവളുടെ ടവലും നിലത്തേക്ക് വീണിരുന്നു. ഷവർ ഓൺ ചെയ്ത് അവളുമായി അതിലേക്ക് നിൽക്കുമ്പോൾ അവൻ്റെ ചുണ്ടുകൾ അതിൻ്റെ ഇണയെ പുലുകിയിരുന്നു. ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞാണ് ഇരുവരും ഇറങ്ങിയത്. പിന്നെ ഭക്ഷണവും കഴിച്ച് ഇരുവരും കുറച്ച് സമയം TV കണ്ടിരുന്നു. ഉച്ചത്തേക്കുള്ള ലഞ്ച് തയ്യാറാക്കാൻ പോയവളെ അതിന് സമ്മതിക്കാതെ പിടിച്ചിരുത്തിയതാണ് അവൻ. പിന്നീട് എപ്പോഴോ ആ സോഫയിൽ തന്നെ ഇരുവരും നിദ്രയെ പുൽകി. നീണ്ട ഉറക്കത്തിന് ശേഷം ഒരു 3 മണിയോടെയാണ് അവർ ഇരുവരും എഴുന്നേറ്റത്. ഫുഡ് ഓർഡർ ചെയ്യുകയാണുണ്ടായത്. ഫുഡൊക്കെ കഴിച്ച് ഇരുവരും ബാൽക്കണിയിൽ വന്നിരുന്നു. കാശി തന്നെയാണ് സംസാരിച്ചു തുടങ്ങിയത്. ഫാമിലിയെപ്പറ്റി പറയുന്നത് കേട്ടതും പാറു അത്ഭുതത്തോടെ അവനെ നോക്കി. മുന്നത്തെ പാർവതി ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ അവളുടെ അർഹത അളന്നേനെ. പക്ഷേ ഇപ്പോൾ അവൾക്കറിയാം കാശിയെ, അവൻ്റെ പ്രണയത്തെ. പാറുവും പറഞ്ഞു അവളുടെ അച്ഛനെയും അമ്മയെയും പറ്റി, അവൾ വളർന്ന സാഹചര്യത്തെപ്പറ്റി. എല്ലാം അറിയാമായിരുന്നുവെങ്കിലും അവളുടെ നാവിൽ നിന്ന് തന്നെ എല്ലാം ഒന്നുകൂടി കേൾക്കുമ്പോൾ അവർക്കുള്ള ശിക്ഷ അവൻ മനസ്സിൽ കുറിക്കുകയായിരുന്നു. നിമിഷങ്ങൾ കടന്നു പോകവേ ഇരുവരും അവരുടെ മാത്രം നിമിഷങ്ങളിലേക്ക് ചേക്കേറി. ഇരു ഉടലുകളും പരസ്പരം കെട്ടിപ്പിണഞ്ഞു. അവൻ്റെ ചുണ്ടും നാവും അവളുടെ ഉയർച്ച താഴ്ചകളുടെ അളവിൽ എടുക്കുമ്പോൾ അവൾ അവനെ ചുംബനങ്ങൾ കൊണ്ട് മൂടി. ഒരു മുല്ലവള്ളി പോൽ അവൻ അവളിലേക്ക് പടർന്നു കയറുമ്പോൾ അവൾ അവനെ നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ചു. പാറു അവനു വേണ്ടി പാടി തുടങ്ങി. അവൻ്റെ വയറിൽ തലവെച്ച് കിടന്നുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി പാടിയതും അവൻ അവളുടെ ഉള്ളം കയ്യിൽ അമർത്തി മുത്തിയിരുന്നു. രാത്രി പതിവ് പോലെ അമ്മയുമായുള്ള കോളിലാണ് ദേവ്. പാറു കിച്ചണിലാണ്. അമ്മ, ജഗൻ വരാറില്ലേ അവിടെ? പെട്ടെന്നുള്ള അവൻ്റെ ചോദ്യത്തിൽ മറുവശം കുറച്ച് നിമിഷത്തേക്ക് നിശബ്ദമായി. പിന്നീട് ഒരു തേങ്ങൽ കേട്ടതും അവൻ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. കണ്ണാ, നിനക്ക്? മുഴുവനായും ഇല്ലമ്മ, ബട്ട് ചിലതൊക്കെ ഓർമ്മയിലുണ്ട്. എനിക്കറിയാമായിരുന്നു എൻ്റെ ദേവൂട്ടൻ പെട്ടെന്ന് ഓക്കെ ആകുമെന്ന്. കരഞ്ഞുകൊണ്ട് മഹി പറഞ്ഞതും ദേവ് ഒന്നും മിണ്ടിയില്ല. അപ്പോൾ മോന് നീരജമോളെയും ഓർമ്മ വന്ന് കാണുമല്ലോ. അവളുടെ വാക്കുകളിൽ അത്ര നേരം സന്തോഷത്തോടെ ഇരുന്നവൻ്റെ മുഖം വലിഞ്ഞു മുറുകി.